ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം കരയാതെ മാഡം. മോനെ, നീ പല പ്രാവശ്യം പറയണു കരയരുത് കരയരുതെന്ന്. കരയാതെ എങ്ങനെയിരിക്കും? അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവിടെ ഉണ്ടായത്. കരയുമ്പോ ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ ഈ കുഞ്ഞ് കരഞ്ഞു തീർക്കട്ടടാ. അതിനുശേഷം നമുക്ക് അടുത്ത വഴികൾ ആലോചിക്കാം. അമ്മ ഇങ്ങനെ തുടർന്ന ഞങ്ങൾ എന്ത് ചെയ്യോ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അടുത്ത വഴികൾ ആലോചിക്കാത്ത. എന്തിനും ഏതിനും ഒരു പരിഹാരം വേണമല്ലോ, ഉണ്ടായില്ലേ പറ്റൂ. എല്ലാ കടമ്പകളും കടന്ന ഇവിടം വരെ എത്തിയത്. അവളിങ്ങനെ മറക്കടമുഷ്ടി കാണിച്ച അതിനുള്ള പരിഹാരവും നമുക്ക് കണ്ടെത്തണം. ഇതിനുള്ളൊരു സൊല്യൂഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. രാധമ്മ രാജുവിന്റെ അമ്മയാ. അമ്മയെ വെറുപ്പിച്ചുകൊണ്ട് എനിക്ക് രാജുവിനോടൊത്തൊരു ജീവിതം വേണ്ട. മാഡം എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പൊക്കോളാം. കേട്ടോടാ ഈ കുട്ടി പറഞ്ഞേ? കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല, താലിമാല ഊരി മാറ്റി അതതിന്റെ വീട്ടിലേക്ക് പോവാണെന്ന്. നീയല്ലേ ജീവിതാവസാനം വരെ ഒരുമിച്ച് ഒരു മനസ്സോടെ ജീവിക്കാമെന്ന വ്യവസ്ഥയില് ഈ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. നിനക്ക് ഇതിന് മറുപടി ഒന്നും പറയാനില്ലേ? എന്റെ മറുപടി അല്പം മുമ്പ് ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ. കല്യാണം കഴിച്ച പെണ്ണിനെ ഞാൻ ഒരു കാലത്ത് ഉപേക്ഷിക്കില്ല, പ്രത്യേകിച്ചും ഋതിക മേഡത്തെ. ഋതിക മേഡത്തിന്റെ സ്ഥാനം എന്റെ മനസ്സിലാവുള്ളത്. അത് ഭാര്യയായിട്ട് മാത്രം ഉള്ളതല്ല. അങ്ങനെ ആണുങ്ങളെ പോലെ നട്ടല് നിവർത്തി കാര്യം പറയടാ. ഇപ്പൊ നീ എന്റെ മകനായതില് ഞാൻ അഭിമാനിക്കുക. അമ്മായിയമ്മ എതിരിൽ നിന്നൊന്നും പറഞ്ഞ് ഇന്നേ വരെ കല്യാണം കഴിച്ചവരൊന്നും ഭാര്യയെ ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ ഭാര്യയെ വീട്ടുമൃഗമായി കണ്ടവരായിരിക്കും. എന്റെ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവളെ മക്കളുടെ മുന്നിൽ പോലും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. പക്ഷേ അവൾ മക്കളായ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ശത്രുവായി മാറുമ്പോ വേദനിക്കുന്നത് എന്റെ മനസ്സാ. കാരണം എനിക്ക് അവൾ എന്റെ ജീവനാ. അവളിങ്ങനെ മാറിപ്പോയതല്ലേ എനിക്ക് സങ്കടമുള്ളൂ. ഇങ്ങനെ തുടർന്ന അമ്മ നിങ്ങൾക്ക് ബദ്ധശത്രുവായി മാറും. ഏത് സാഹചര്യത്തിലായാലും പെറ്റമ്മയെ ശത്രുവാക്കുന്നത് മഹാഭാവ. അതുകൊണ്ട് നീ നിന്റെ അമ്മയുടെ കാര്യത്തില് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അതെ, വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് ഋതികയുടെ മുത്തശ്ശി അപ്പുവൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സരസ്വതി മേഡം അറിഞ്ഞ മോളെ? അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. ഒരു കാരണവശാലും സരസ്വതി മേഡം ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയരുത്. അറിഞ്ഞ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നോവിനാലേ